ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വാടക വീടിൻ്റെ ഹോം ടൂറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു കിളിക്കൂടിൻ്റെ അത്രയും വലിപ്പമുള്ള നല്ല ഒതുങ്ങിയ നല്ല ഭംഗിയുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറ്. എല്ലാം കൊണ്ടും സൗകര്യങ്ങളും സന്തോഷവും സമാധാനവും ഉള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞി കിളിക്കൂട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. നോക്കിയേ, കണ്ട, ഇതാണ് കേട്ടോ നമ്മുടെ വീട്. വീടിൻ്റെ മുറ്റത്ത് നമ്മൾ എവിടെയൊക്കെ പെരുമാറുന്നോ ആ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ടൈൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുറ്റത്ത് അധികം വൃത്തികേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെളി ഉണ്ടാവില്ല, വെള്ളക്കെട്ടുണ്ടാവില്ല. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ. നമ്മൾ പഴയ വീട് മാറാനുണ്ടായ കാരണം വളരെ കയറിയ ആ നാൾ തൊട്ട് തന്നെ ആ വീട് ഭയങ്കരമായിട്ട് ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിലൊരു മാറ്റവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ വീട് ഒഴിയാൻ തന്നെ കാരണം. അപ്പോൾ ഈ വീടിൻ്റെ സൈഡൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം കുറച്ച് ചെടി ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ കയറി വരുമ്പോൾ തന്നെ കണ്ട, നമ്മൾ നമ്മുടെ ലവ് ബേഡ്സിനെയും എല്ലാത്തിനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. 4 പേരുണ്ടായിരുന്നു. ഒരാളെ നമ്മൾ കഴിഞ്ഞ പഴയ വീട്ടിൽ വെച്ചിട്ട് പോയി. പിന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ വരുന്നതാണ് നമ്മുടെ ഈ പൂജാമുറി. പൂജാമുറിയിൽ നമ്മൾ ഈ വെച്ചേക്കണ സ്റ്റാൻഡ് നമ്മുടെ എന്താ പറയണത്, നമ്മുടെ അത്രക്ക് ചങ്കായ ഏട്ടൻ്റെ സെബാൻ്റെ വൈഫും കൂടി നമുക്ക് തന്ന സ്റ്റാൻഡാണ് കേട്ടോ. ഇത് അവരുടെ TV ഒക്കെ വെച്ചിരുന്ന് വെച്ച സ്റ്റാൻഡാണ്. നമ്മളത് ഇങ്ങനെ ഒരു ഇതാക്കിയെടുത്ത്, നമുക്ക് TV ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ ആക്കിയെടുത്ത്. പിന്നെ നമ്മൾ കയറുന്ന റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞൊരു ഹാളാണ് വരുന്നത്. ആ ഹാളിൽ ഒരു ദിവാങ്കോട്ടും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഊണുമേശ ഇട്ടിട്ടുണ്ട്. ഈ ദിവാങ്കോട്ടും ഊണുമേശയും നമുക്ക് സൗമ്യയും സെബാനും കൂടി തന്നാണ്. ഞങ്ങളിത് ഊണുമേശയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം നമ്മളുടെ അടുത്ത് അങ്ങനെ അധികം വന്നു പോകാനും പിടിക്കാനൊന്നും നമുക്ക് സ്വന്തവും ബന്ധമൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാം പയ്യെ ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് അവർ നമുക്കിതൊക്കെ തന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള എന്താ പറയണത്, ഒരു 75% സാധനങ്ങളും നമുക്ക് അവർ തന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഊണുമേശ അവർ നമുക്ക് തന്നത്. ഇവിടെ ഞാൻ സാമ്പ്രാണി അതുപോലെ തന്നെ ഒരു ദീപവും തെളിയിക്കാറുണ്ട്. അതാണ്ടായിരിക്കണത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ കിടക്കുന്ന റൂം വരുന്നത്. ഇവിടെ എല്ലായിടത്തും എല്ലാ മുറിയിലും ഫാൻ ഉണ്ട് ഓൾറെഡി. പിന്നെ അത് നമ്മുടെ പഴയ ഫാനാണ്. ഇത് നമ്മൾ പുതിയത് മേടിച്ചാണ്. ഈ മുറിയിൽ ഫാനില്ല, ബാക്കി എല്ലാ മുറിയിലും ഉണ്ട്. ഈ കാണുന്ന മിററിലെ അതൊക്കെ നമുക്ക് സൗമ്യൊക്കെ തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹാളിൽ നിന്ന് നമ്മൾ നേരെ നോക്കുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചൻ്റെ സൈഡിൽ ചേർന്ന് തന്നെ ഒരു മുറിയും കൂടി വരുന്നുണ്ട്. അതാണ് ഈ മുറി. കണ്ടോ, ഇവിടെ ഞാൻ തുണിയൊക്കെ തിരുമ്മിയിട്ട് ഉണങ്ങാത്തപ്പോൾ കൊണ്ടുവന്ന് വിരിച്ചിടാനും കുറച്ച് അഴയൊക്കെ കെട്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കിടക്കണ കട്ടിൽ നമുക്ക് സെബാനും സൗമ്യൊക്കെ തന്ന കട്ടിലാണ്. അവിടെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ പിടിച്ചേക്കണ ടൈപ്പുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ. ഇതെൻ്റെ മെഷീനാണ്. നമ്മൾ കഴിഞ്ഞ വീട്ടിലായിരുന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ വീട്ടിൽ കയറിയപ്പോൾ ഒരു മെഷീനും ഒരു ഫ്രിഡ്ജും അതുപോലെ തന്നെ നമ്മളൊരു ബെഡ് കട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറില്ല. കൂടുതലും ഇതിൽ വെള്ളവും ഐസൊക്കെ ആയിരിക്കുള്ളൂ ഉണ്ടാവുക. എനിക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ കിച്ചണിൽ ഈ കാണുന്ന ഗ്യാസും സിലിണ്ടറൊക്കെ നമുക്ക് സൗമ്യം സെബാനും തന്നെ തന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ കാണുന്ന 75% സാധനങ്ങളും അവരാണ് നമുക്ക് തന്നതെന്ന്. ഈ കാണുന്ന ഇത് കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ചേക്കണതൊക്കെ നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ചിട്ട് ചെയ്തേക്കണേണ്. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡൊക്കെ നമ്മൾ വന്നതിന് ശേഷം അടിച്ചതാണ് കേട്ടോ.
കണ്ട ഇത് നമ്മൾ ഒട്ടിച്ചതാണ്. അതുപോലെ ഇത് ഇരിക്കുന്ന പാത്രം എനിക്ക് അരി ഇടാം, അതുപോലെ തന്നെ പൊടി ഐറ്റംസൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് തന്ന പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന 6 പ്ലേറ്റില്ലേ, ഈ 6 പ്ലേറ്റ് എൻ്റേത് മാത്രം. ബാക്കി കാണുന്നത് മുഴുവനും അതും ആ പ്ലേറ്റ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡും അതിലിരിക്കുന്ന പാത്രങ്ങളും എല്ലാം എനിക്ക് സബാനും സൗമ്യയും തന്നെ തന്നതാണ് കേട്ടോ. കണ്ട ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പാത്രം ഞങ്ങളുടെ അടുത്ത് ഉള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാത്റൂം നമുക്ക് വരുന്നത് പുറത്താണ്. കണ്ട അത് നമ്മൾ വീട്ടിലോട്ട് കയറുന്ന ഗേറ്റിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് കേട്ടോ ബാത്റൂമൊക്കെ വന്നത്. വീരൻ്റെ ലൈനാ നോക്കി നിൽക്കണ കാണുന്നത്. ഈ വീട്ടിൽ വന്നിട്ട് വീരനും സാൻ്റക്കും ഓരോ ലൈൻ വെച്ച് കിട്ടി. ഇത് നമ്മൾ എന്താ പറയണത്, നമ്മളെ ദൈവം താങ്ങി കയ്യിൽ പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊരു അവസ്ഥയാണ് കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോ നിമിഷങ്ങളും ഞങ്ങളിങ്ങനെ താഴ്ന്നു പോകണമെന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരും ദൈവം. എന്നതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളെന്ന് പറയില്ലേ, ആ കരങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സൗമ്യ സബാനും ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യും. ജീവിതത്തിൽ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ലടോ. ഞങ്ങൾ തോക്കത്തുമില്ല. ഞങ്ങളിതുപോലെ തന്നെ കട്ടക്ക് ജീവിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിങ്ങാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം, ഊർജം, ആത്മധൈര്യം എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്കൊപ്പം നിൽക്കണം, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.